കൂവക്കിഴങ്ങ് പുഴുങ്ങിയത് കഴിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. മുറ്റത്തും പറമ്പിലൊക്കെ ഒരുപാടുണ്ടാവും കേട്ടോ ഈ ചെടി ഇങ്ങനെ തന്നെത്താനെ വളർന്നു വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് തോന്നുമ്പോഴൊക്കെ പറിച്ച് ഇങ്ങനെ പച്ചക്ക് തന്നെ കഴിക്കും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് അതിൻ്റെ ആ ഒരു കൂവപ്പാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പച്ചക്ക് കഴിക്കാൻ. പിന്നെ വൈകുന്നേരമൊക്കെ ഇങ്ങനെ ഒരുപാട് പറിച്ചിട്ട് ഇപ്പോൾ ചായക്ക് പലഹാരമായിട്ട് ഇതുപോലെ പുഴുങ്ങിയിട്ട് തരും കേട്ടോ. ചുമ്മാ ഒന്ന് ഉപ്പിട്ടിട്ട് പുഴുങ്ങിയെടുക്കേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ കൂടെ ചമ്മന്തിയോ കാര്യങ്ങളോ ഒന്നും കഴിക്കില്ല കേട്ടോ. ചായേൻ്റെ ഒപ്പം ഇതിങ്ങനെ വെറുതെ കടിച്ച് തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത്തവണ നാട്ടിൽ പോയപ്പോഴേ ഇത് മാർക്കറ്റിൽ കണ്ടപ്പോൾ ഭയങ്കര ഒരു കൊതി. ഒരുപാട് വർഷത്തിന് ശേഷമാണ് കേട്ടോ ഈ ഒരു കൂവക്കിഴങ്ങ് ഞാൻ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നാട്ടിൽ നിന്ന് വരുമ്പോൾ മറക്കാതെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഞാൻ എനിക്ക് മാത്രമായിട്ട് കുറച്ച് വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഉപ്പും പാകത്തിന് വെള്ളം ഒഴിച്ച് 1-2 വിസിൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ ചുമ്മാ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇളം കൂവക്കിഴങ്ങാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ചിലതൊക്കെ ഇങ്ങനെ ഒരല്പം മൂത്തതൊക്കെ ആണെങ്കിൽ അതിനകത്ത് ഇങ്ങനെ നാരൊക്കെ കാണും കേട്ടോ. അപ്പോൾ ആ നാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിച്ചിട്ട് ചവച്ചത് തുപ്പിക്കളയും കേട്ടോ. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കൂവക്കിഴങ്ങ് ഇങ്ങനെ പുഴുങ്ങിയിട്ടൊക്കെ കഴിച്ചവരുണ്ടെങ്കിൽ പറയണേ, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഈ കൂവക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ അത്രയും ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവം കൂടിയാണ്.